നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് 2024 ഏപ്രിൽ 14 മുതൽ 2024 മെയ് 14 വരെയുള്ള മേടമാസ ഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. മകയിരത്തിൻ്റെ അര, തിരുവാതിര, പുണർദം മുക്കാൽ മിഥുനക്കൂറുകാരെക്കുറിച്ചും പുണർദത്തിൻ്റെ കാലും പൂയവും ആയില്യവും ചേർന്ന കർക്കിടകക്കൂറുകാരെക്കുറിച്ചും മകം, പൂരം, ഉത്രം കാല്, ചിങ്ങക്കൂറുകാരെക്കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. മിഥുനക്കൂറ്: മകയിരത്തിൻ്റെ അര, തിരുവാതിര, പുണർദം മുക്കാൽ. ശാരീരികമായും മാനസികമായും ഉന്മേഷം, സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവ അനുഭവമാകുന്നു. മേടം 18 ശേഷം വ്യാഴൻ്റെ മറവ് വരികയാൽ സാമ്പത്തിക ഇടപാടുകൾ, ബിസിനസ്സിൽ കൂടുതൽ പണം മുടക്കൽ, ഊഹക്കച്ചവടം എന്നിവയൊന്നും പാടുള്ളതല്ല. സന്താനങ്ങൾക്ക് വിദേശത്ത് പോകുവാനുള്ള യോഗമുണ്ടാകുന്നു. വീടുപണി പൂർത്തിയാക്കുന്നതിനോ തുടങ്ങിവെച്ച സംരംഭങ്ങൾ പൂർത്തിയാക്കുന്നതിനോ കാലതാമസമുണ്ടാകും. കൂട്ടുകച്ചവടം, കൊടുക്കൽ വാങ്ങൽ എന്നിവയൊന്നും പാടുള്ളതല്ല. ഒത്തുതീർപ്പുകൾ, ന്യായം പറയൽ എന്നിവയിലൊന്നും ചെന്നുപെടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. മേലുദ്യോഗസ്ഥരിൽ നിന്നോ സർക്കാരിൽ നിന്നോ അനിഷ്ടമായ പ്രവർത്തനങ്ങൾ അനുഭവിക്കേണ്ടി വരും. ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ചില സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ടതായി വരും. പൊതുവെ സകലതിൽ നിന്നും അകന്നു നിൽക്കുവാൻ താൽപ്പര്യപ്പെടും. എന്നാൽ കുടുംബ ബന്ധങ്ങളിൽ സംതൃപ്തിയുണ്ടാകും. പലതരം മാനസിക പീഡകൾ, ദുർച്ചെലവുകൾ എന്നിവ അലട്ടിക്കൊണ്ടിരിക്കും. വിദേശവാസം പ്രതീക്ഷിക്കാം. ദോഷപരിഹാരമായി വിഷ്ണുപ്രീതിയും ദേവീപ്രീതിയും ശിവപ്രീതിയും വരുത്തുക. കർക്കിടകക്കൂറ്: പുണർദത്തിൻ്റെ കാലും പൂയവും ആയില്യവും. വ്യാഴൻ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് കർമ്മപുഷ്ടി, കർമ്മത്തിൽ നിന്നുള്ള ധനാഗമനം, മുടങ്ങിക്കിടന്ന പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിനും ലാഭങ്ങൾ കയ്യിൽ വരുന്നതിനും അവസരമുണ്ടാകും. തൊഴിലാളികൾക്ക് പ്രതീക്ഷിച്ച ലാഭം ഉണ്ടാകും. നിർമ്മാണ മേഖല, റിയൽ എസ്റ്റേറ്റ് എന്നീ മേഖലയിലുള്ളവർക്ക് ലാഭമുണ്ടാകും. സന്താനങ്ങൾക്ക് നേട്ടങ്ങളുണ്ടാകും. കുടുംബ ബന്ധങ്ങൾ ദൃഢമാകും. ആചാര്യസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് സ്നേഹവും ആദരവും ലഭിക്കും. സംഘടനാ പ്രവർത്തനങ്ങളിൽ മികവ് കാണിക്കും. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് കമ്പനിയിൽ നിന്നും നേട്ടങ്ങൾ വന്നു ചേരും. നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് മികച്ചതാക്കുവാനും അഭിനയം, നൃത്തം, ഗാനം എന്നീ മേഖലയിലുള്ളവർക്ക് സമയം അനുകൂലം. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയങ്ങളുണ്ടാകും. ക്യാമ്പസ് സെലക്ഷൻ പ്രതീക്ഷിക്കാതെ കൈവരുവാൻ യോഗമുണ്ട്. ദോഷപരിഹാരമായി ആയില്യപൂജയും സർപ്പക്ഷേത്ര ദർശനവും നടത്തുന്നത് ഉത്തമമായിരിക്കും. ചിങ്ങക്കൂറ്: മകം, പൂരം, ഉത്രം കാൽ. പൊതുവെ ലക്ഷ്മി കടാക്ഷത്തോടുകൂടി കർമ്മങ്ങൾ നടത്തുവാൻ ഉത്തമമായ കാലഘട്ടമാകുന്നു. അഷ്ടമരാഹുവിൽ സാമ്പത്തിക ദുരിതങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അടുപ്പമുള്ളവർക്ക് വേണ്ടി ധനം ചെലവാക്കും. വ്യാഴം അനുകൂല സ്ഥാനത്തും ശനി കണ്ടകനായും നിൽക്കുമ്പോൾ ഒരു കാര്യത്തിനായി തന്നെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കേണ്ടി വരും. സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. പണം മുടക്കി സന്താനങ്ങളെ ഉപരിതല പഠനത്തിനും മറ്റും അയക്കുവാൻ കാലം അനുകൂലം. 25-27 പ്രായത്തിലുള്ള ചെറുപ്പക്കാർക്കും 22-24 മധ്യേയുള്ള പെൺകുട്ടികൾക്കും വിവാഹത്തിനുള്ള സമയമാകുന്നു. മധ്യവയസ്സുള്ളവർക്ക് തൊഴിലിൽ ഉന്നതിയും നേട്ടങ്ങളും ഉണ്ടാകും. പൈതൃക സ്വത്തുക്കൾ കൈവന്നു ചേരും. ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആയുർവേദ ചികിത്സകൾ ഫലപ്രദമാകും. ഡോക്ടർ, എഞ്ചിനീയറിംഗ്, വക്കീൽ, വ്യവസായികൾ എന്നിവർക്ക് നേട്ടങ്ങൾ അനുഭവപ്പെടും. ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും അവയെല്ലാം മാറിക്കിട്ടും. ദോഷപരിഹാരമായി ശാസ്താപ്രീതി വരുത്തുക. ശാസ്താവിന് നീരാഞ്ജനം നടത്തുന്നതും ഉത്തമമാകുന്നു. ശിവക്ഷേത്ര ദർശനവും ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ അർച്ചന നടത്തുന്നതും ഉത്തമമാകുന്നു.